കണ്ണിലും മനസ്സിലും ആവേശവും വാശിയും കത്തിച്ചു പിടിച്ച് ആനപ്രേമികൾ തിരയടിച്ചാർക്കുന്നതിനിടയിൽ ചിലപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത നേരത്താവും മുന്നറിയിപ്പും വിളംബരങ്ങളുമില്ലാതെ ഒരംഗത്തിൻ്റെ രണഭേരി മുഴങ്ങുന്നത്. കാര്യമായ ഒരു കുളിയും കഴിഞ്ഞ് ഇത്തിരി സുഗുണസുന്ദര കളേബരനായി ആനക്കമ്പക്കാർക്കിടയിലേക്ക് കടന്നു വന്നപ്പോഴാണ് തൻ്റെ അഴകളവുകളും തലപിടിത്തവും പ്രദർശിപ്പിച്ച് കാഴ്ചക്കാരെ ഒന്ന് വശീകരിച്ചു കളയാമെന്ന ചിന്താഗതി പാമ്പാടി വീരൻ്റെ മനോമുകുരത്തിൽ ഉദിച്ചത്. പാമ്പാടി വീരൻ ശ്വാസം പിടിച്ച് മസിലും പെരുപ്പിച്ച് നിൽക്കുന്നതും അതു കണ്ട് ആൾക്കൂട്ടം അമ്പരപ്പോടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടിട്ടാവണം നേരം കളയാതെ തൃക്കടവൂർ മന്നൻ പാമ്പാടിക്കൊപ്പമെത്തി അംഗത്തിന് ഞാനും തയ്യാർ എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചല്ല ഈ മസിലുപിടുത്തം തുടങ്ങിയതെങ്കിലും ഓർക്കാപ്പുറത്തൊരുത്തൻ കയറി വന്ന് തുടയിലടിച്ച് പോർവിളി മുഴക്കുമ്പോൾ എങ്ങനെയാണ് ആൺപിറപ്പുകൾക്ക് അത് കണ്ടില്ലെന്ന് നടിച്ച് കളരിക്ക് പുറത്തേക്ക് നടക്കാൻ കഴിയുക? തൻ്റെ തോളോട് തോൾ ചേർന്നെന്നോണം മുട്ടിയുരുമി ശിവരാജു പിടിച്ചു നിൽക്കുന്നത് കാണുകെ പാമ്പാടിക്ക് ഇത്തിരി ടെൻഷനായോ? മത്സരച്ചൂടിൽ അകവും പുറവും ഒരുപോലെ ഉഷ്ണിക്കുന്നതിൻ്റെ കിതപ്പകറ്റാൻ രണ്ട് കൈയിലും ഓരോ വിശറിയെടുത്ത് വീശും പോലെ പാമ്പാടി രാജൻ ചെവികൾ കാര്യമായി വീശുന്നുമുണ്ട്. അങ്ങനെ രാജനും ശിവരാജുവും ആഞ്ഞു പിടിച്ച് എരിപൊരി സഞ്ചാരം കൊണ്ട് തലപിടിക്കുന്നതിനിടയിലാണ് കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഭീമസേനൻ്റെ മാർഗമധ്യേ വഴി വിലക്കി കിടക്കുന്ന വൃദ്ധക്കുരങ്ങൻ ഹനുമാനെ പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഒരാളുടെ വരവ്. തലയെടുപ്പിൻ്റെ തലതൊട്ടപ്പനായ സാക്ഷാൽ മംഗലാംകുന്ന് കർണൻ്റെ കടന്നുവരവ് കണ്ടപ്പോൾ തന്നെ പാമ്പാടി ഇത്തിരി പരിങ്ങിയോ എന്ന്. കാരണം തലയെടുപ്പ് ഗോതകളിൽ കർണൻ്റെ കയ്യിലിരിപ്പ് എത്രയെന്നും എന്തെന്നും നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ള കക്ഷിയാണ് പാമ്പാടി. പക്ഷേ ഇവരുടെ ഈ വീറും വാശിയും ഇത്തിരി ടെൻഷനും കണ്ടിട്ട് ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ അന്യന്മാർ എന്ന് ചോദിച്ചുകൊണ്ട് കർണനും കച്ച വലിച്ചു മാറി. എന്നിട്ട് തലപിടുത്തമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം തന്നെ ശ്വാസം വലിച്ചുവിട്ട് മുതുക് വളച്ച് മുൻകാലുകളും പിൻകാലുകളും കഴിയുന്നത്ര അകറ്റി ഇങ്ങനെ അങ്ങ് നിൽക്കുക. കൃത്യമായി പറഞ്ഞാൽ ഒരു ഡെസ്കിൻ്റെ രണ്ട് കാലുകൾ പാതി വെച്ച് കണ്ടിച്ചു കളഞ്ഞ് ചരിച്ചിട്ടിരിക്കും പോലെ അങ്ങനെ അങ്ങ് നിൽക്കുക. എന്നിട്ട് നമ്മുടെ നെറുകന്തല കൊണ്ട് മേഘങ്ങളെ ചുമ്മാ തഴുകിവിടുക. അത്രേ ഉള്ളൂ കാര്യം. ആദ്യത്തെ ഒരാവേശത്തിൽ തലപിടുത്തത്തിൻ്റെ സൂത്രവാക്യങ്ങൾ പ്രതിയോഗികൾക്കായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിനിടെയാവും വേണ്ട ഇത് അവസാനം തനിക്കിട്ട് തന്നെ പാരയായാലോ എന്ന് കർണന് തന്നെ തോന്നിയിട്ടുണ്ടാകും. അപ്പം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പാപ്പന്മാരാണ് നിങ്ങൾ അല്ലേ? അപ്പോൾ ഈ തോണത്തെ ഈ തുറവൂരത്തെ പൂരത്തിന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അനുഭവങ്ങൾ, പുതിയ അനുഭവങ്ങൾ? പുതിയ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആനകളെ പറ്റി എന്താ പറയുന്നത്? എല്ലാം നല്ല ആനകളാണ്. എല്ലാം നല്ല ആനകൾ. നമുക്ക് തന്നെ പറയാനുള്ളതൊക്കെ നല്ല ആനകളല്ലേ, വരുന്ന ആനകളൊക്കെ നല്ല ആനകൾ. ഞാൻ തമാശക്കാണെങ്കിൽ പോലും ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് 2 ആനകളെ ഒരുമിച്ച് നിർത്തിയാണെങ്കിൽ ഉണ്ടായിരുന്നു. തമാശക്കായിരിക്കും ചിലപ്പോൾ അങ്ങനെ നിർത്തിയത്. അപ്പോൾ നമുക്കിവിടെ ഒരു ആരാധകരാ സമയത്ത് ആനപ്രേമികൾ ഇങ്ങനെ തടിച്ചു കൂടുകയും ചെയ്യുന്നത് ശരിക്കും അതൊരു യഥാർത്ഥത്തിലുള്ള തലപ്പൊക്ക മത്സരം തന്നെ ആയിരുന്നു. അല്ലല്ല വീട്ടരുത്. ചേട്ടനെന്താ രാജു അല്ല, ചെറിയൊരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് തലപ്പൊക്ക മത്സരമാര് നമ്മളൊരു സംഭവിച്ചില്ല. അത് ശരിക്കും ഒരു തലപ്പൊക്ക മത്സരം തന്നെ ആയിരുന്നു. ഒന്ന് പിടിച്ചു നോക്കി തന്നെയാണോ? അപ്പൊ എന്താ അവസാനം എന്ത് പറയുന്നു? ആര് വിജയിച്ചു എന്നുള്ളതാണ്? നമുക്കൊന്നും പറയാൻ പറ്റിയല്ല. ചേട്ടന്റെ നമ്മുടെ കർണനും ഇടയ്ക്കൊന്ന് പിടിച്ചു നോക്കി അല്ലേ ലാസ്റ്റ് വന്നിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തം 3 പേർക്കും ഇവിടെ ആനപ്രേമികൾക്ക് എല്ലാം നല്ലൊരു വിരുന്നായിരുന്നു. കുഴപ്പമില്ലായിരുന്നു അല്ലേ? എല്ലാവരും ഒരു നല്ല രീതിയിലൊരു പൂരമാണ് ഇപ്പോൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്.